ആകാശവാണി ദേവികുളം സ്പൈസ് FM. കിസാൻ വാണി. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ കിസാൻ വാണിയിലേക്ക് സ്വാഗതം. സമ്മിശ്ര വിളകൾ കൃഷി ചെയ്യുന്ന പാമ്പാടുംപാറയിലെ കർഷകനായ ശ്രീ ബെന്നി മാത്യു വാലുമണ്ണയിലാണ് ഇന്ന് കിസാൻ വാണിയിൽ കാർഷിക അനുഭവങ്ങൾ വിവരിക്കുന്നത്. അദ്ദേഹവുമായി സംസാരിക്കുന്നത് അനുരാജ്. കിസാൻ വാണി ടീം ഇന്നെത്തിയിരിക്കുന്നത് പാമ്പാടുംപാറ പഞ്ചായത്തിലെ വാലുമണ്ണയിൽ ബെന്നി മാത്യുവിൻ്റെ കൃഷിയിടത്തിലാണ്. പഞ്ചായത്തിലെ മികച്ച സമ്മിശ്ര കർഷകനായ ബെന്നി മാത്യു തൻ്റെ കാർഷികാനുഭവങ്ങൾ കിസാൻ വാണി ശ്രോതാക്കളുമായി പങ്കുവയ്ക്കുന്നു. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടൻ എത്ര വർഷമായിട്ട് ഈ കാർഷിക രംഗത്തുണ്ട്? കാർഷിക രംഗത്ത് ഒരു 27 വർഷമായി കാർഷിക രംഗത്ത് വർക്ക് ചെയ്യുകയാണ്. പാരമ്പര്യമായിട്ട് കർഷകരാണ്? പരമ്പരാഗതമായി കർഷകരാണ്. ഞങ്ങളുടെ ശരിക്കുള്ള സ്ഥലം കാഞ്ഞിരപ്പള്ളിയാണ്. അവിടെ റബ്ബർ കൃഷി ഒക്കെ ആയിരുന്നു. കപ്പ, അങ്ങനെയുള്ള ചേന, വാഴ, അങ്ങനെയുള്ള കൃഷികളൊക്കെയാണ് ആദ്യകാലങ്ങളിൽ ചെയ്തുകൊണ്ടിരുന്നത്. ഹൈറേഞ്ചിലേക്ക് വന്നതിന് ശേഷമാണ് ഇങ്ങനെ ഏലം, കൊടി, കാപ്പി, വാനില, ഗ്രാമ്പു, ജാതി ഇവയൊക്കെ കൃഷി ചെയ്യാനായിട്ട് ആരംഭിച്ചത്. എത്ര വർഷം മുമ്പാണ് കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് ഈ ഹൈറേഞ്ചിലേക്ക് കുടിയേറുന്നത്? ഞാൻ 30 വർഷമായി അവിടുന്ന് ഇങ്ങോട്ട് വന്നിട്ട്. കുടിയേറി വന്നതല്ല, ഞങ്ങളിവിടെ വന്ന് സ്ഥലം വാങ്ങിച്ച് കൃഷി തുടങ്ങിയതാണ്. ആദ്യ കാലത്തൊക്കെ കൃഷി കൊടിയായിരുന്നു. കൊടി എന്ന് പറഞ്ഞാൽ കുരുമുളകായിരുന്നു. അത് കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞപ്പോൾ കുരുമുളക് കൃഷിയെല്ലാം കുറേ നശിച്ചു പോയി. പിന്നെ അതിൻ്റെ വിലയിടിവ് അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ കാപ്പിയിലേക്ക് മാറി അതിനുശേഷമാണ് ഏലത്തിലേക്ക് കൃഷി ആരംഭിച്ചത്. ഏലം കൃഷിയാണിപ്പം പ്രധാനമായിട്ടുള്ളൊരു വരുമാന സ്രോതസ്സ് എന്ന് പറഞ്ഞാൽ ഏലമാണ്. നമുക്ക് ഇപ്പം മികച്ച വിലയൊക്കെ ഉള്ളതുകൊണ്ട് ഏലത്തിൻ്റെ കൃഷി നമുക്ക് വളരെ ലാഭകരമായിട്ട് മുമ്പോട്ട് പോകുന്നു. ഈ 30 വർഷം മുമ്പ് ഇവിടെ വരുമ്പോഴുള്ള ഒരു അവസ്ഥയിൽ നിന്ന് ഈ കാർഷിക മേഖലയിൽ വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ടോ ഇപ്പോൾ? ഉണ്ട്, തീർച്ചയായിട്ടും വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. അന്ന് വരുമ്പോഴൊക്കെ നമുക്ക് കാർഷിക വിളകൾക്കൊന്നും വലിയ മെച്ചപ്പെട്ട വില, അന്നത്തെ മെച്ചപ്പെട്ട വില എന്നൊക്കെ പറയുന്നത് കുരുമുളകിനൊക്കെ മെച്ചപ്പെട്ട വിലകൾ കിട്ടുമായിരുന്നു. മറ്റ് കാപ്പി, ഇങ്ങനെ ഏലം, അതിനൊന്നും വലിയ മെച്ചപ്പെട്ട വിലകളൊന്നും അന്നത്തെ കാലത്തില്ലായിരുന്നു. പിന്നീടാണ് ഈ കാർഷിക വിളകൾക്കെല്ലാം ഒരു ഉയർന്ന വില നമുക്ക് ലാഭകരമായ രീതിയിലേക്ക് കൃഷി ചെയ്യാനായിട്ടൊക്കെയുള്ള ഒരു രീതിയിലേക്ക് വന്നത്. ഇവിടെ എത്ര ഏക്കർ കൃഷി ചെയ്യുന്നുണ്ട്? 8 ഏക്കറോളം 3 സ്ഥലങ്ങളിലായിട്ട്, രാമക്കൽമേട്, പാമ്പാടുംപാറ, ചമ്പപ്പാറ, ഇങ്ങനെ 3 സ്ഥലങ്ങളിലായിട്ട് 8 ഏക്കറോളം കൃഷി സ്ഥലങ്ങളുണ്ട്. എന്തൊക്കെ വിളകളാണ് കൃഷി ചെയ്യുന്നത്? ഒരുപ്പെട്ട എല്ലാ വിളകളും അവിടെ നമുക്ക് കൃഷിയായിട്ടുണ്ട്. കൂടുതലായിട്ടും ഏലം, കാപ്പി, കുരുമുളക്, തെങ്ങ്, വാനില, കുറച്ച് ജാതിയുണ്ട്, അതുപോലെ ഗ്രാമ്പു, ഇങ്ങനെയാണ് പ്രധാനപ്പെട്ട കൃഷികളായിട്ട് ചെയ്യുന്നത്. പിന്നെ ചെറിയ പച്ചക്കറി കൃഷികൾ അങ്ങനെയൊക്കെയുള്ളത്, പയറ്, പാവല്, വെണ്ട, അങ്ങനെ വീട്ടാവശ്യത്തിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അല്ലാതെ അത് വാണിജ്യ അടിസ്ഥാനത്തിൽ ചെയ്യുന്നില്ല. അത് സ്വന്തം ഉപയോഗത്തിന് വേണ്ടിയിട്ടുള്ള ചീര, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൃഷി ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഹൈറേഞ്ചിൽ അപൂർവമായിട്ടാണ് കർഷകർ ഈ വാനില കൃഷി ചെയ്യുന്നത് കേട്ടിട്ടുള്ളത്. എന്താണ് ആ കൃഷി ഇപ്പോഴും തുടരാനൊരു കാരണം? അത് ആദ്യകാലങ്ങളിൽ ഞങ്ങൾ വാനില കൃഷി ചെയ്തിരുന്നു. അപ്പം ഇടക്കാലം കൊണ്ട് അതിന് വിലയിടിവ് വന്നപ്പോഴത്തേക്കിനും വളരെ അത് നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലാത്ത സാഹചര്യമായിരുന്നു. വളരെയധികം അത് ഭാരിച്ച പണച്ചെലവും അതുപോലെ തന്നെ പരാഗണം ചെയ്തെടുക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടും, പിന്നെ ഇത് മാർക്കറ്റിൽ കൊണ്ടുവന്നത് എടുക്കാൻ ആളില്ലാത്ത ഒരു അവസ്ഥയൊക്കെ വന്നപ്പം അതിനെ നമ്മൾ അവഗണിച്ച് വിട്ടു. പിന്നെ അതിൽ കിടന്നിരുന്ന കുറേ വള്ളികൾ പിന്നെ അങ്ങനെ കിടന്നതും പിന്നീട് അതിന് ഇങ്ങനെ നല്ല ഒരു വിപണി വന്നപ്പോഴത്തേക്കിനും പിന്നെ ഞങ്ങളത് രണ്ടാമത് റീപ്ലാന്റ് ചെയ്ത് അങ്ങനെയാണ് ഇപ്പം വാനില കൃഷിയിലേക്ക് വീണ്ടും അത് ആരംഭിച്ചത്. ഇപ്പോൾ വാനിലയ്ക്ക് വില ലഭിക്കുന്നുണ്ടോ? ഉണ്ട്. ഇപ്പം നല്ല വിലയാണ്. ഇപ്പം വാനിലയ്ക്കാണ്ട് ബീൻസിന് തന്നെ 4000 രൂപ അങ്ങനെ അടുത്തൊക്കെയുള്ള വിലയുണ്ട്. ഇത് സംസ്കരിച്ചാണോ നമ്മൾ വിൽപ്പന നടത്തുന്നത്? അല്ല, നമ്മൾ സംസ്കരിച്ചില്ല. നമ്മൾ റോ ആയിട്ട് തന്നെ കൊടുക്കും. സംസ്കരിച്ച് കൊടുത്താൽ നല്ല വില അതിന് ലഭിക്കുന്നതാണ്. ഇപ്പോൾ വാനില ബീൻസ് എടുക്കുന്ന വിപണി ഇവിടെ ഉണ്ടോ? ഉണ്ട്. കട്ടപ്പന, നെടുങ്കണ്ടം, ഇവിടെയെല്ലാം വാനില ബീൻസ് എടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ പാമ്പാടുംപാറ പോലുള്ള സ്ഥലങ്ങളിൽ കൂടുതലും കാപ്പിയും ഏലവുമാണ് കൃഷി കൂടുതലല്ലേ? അപ്പോൾ ചേട്ടൻ ഇപ്പോൾ തെങ്ങ് കൃഷി ഉണ്ടെന്ന് പറഞ്ഞു, അത് എവിടെയാണ്? ലാഭകരമാണോ തെങ്ങ്? തെങ്ങ് രാമക്കൽമേടും ഉണ്ട്. ഇവിടെ തന്നെ പാമ്പാടുംപാറ ഉയർന്ന ഒരു സ്ഥലമുണ്ട്, അവിടെയുണ്ട് നമുക്ക് കുറച്ച് തെങ്ങുണ്ട്. അവിടെ തെങ്ങ് കായ്ക്കുന്ന സ്ഥലമാണ്.
പിന്നെ ചമ്പപ്പാറയിലും തെങ്ങുണ്ട്. അവിടെയൊക്കെ തെങ്ങ് നന്നായിട്ട് നല്ലപോലെ വിളവ് തരുന്ന സ്ഥലങ്ങളാണ്. പിന്നെ നമുക്ക് ഇപ്പോഴത്തെ വിലയനുസരിച്ച് തേങ്ങയ്ക്കൊക്കെ നല്ല വിലയുണ്ട്. പക്ഷേ പഴയതുപോലെ ഇപ്പം തെങ്ങിന് നമുക്കൊരാദായമില്ല, അതിന് കായ്ഫലമില്ല. അതുപോലെ തന്നെ ഇത് കയറി ഇടാനായിട്ട് ആളിൻ്റെ ഷോർട്ടേജ് ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരു പ്രശ്നം അത് അഭിമുഖീകരിക്കുന്നുണ്ട്. അപ്പം പുതിയതായിട്ട് കൃഷി ചെയ്യുന്നവരൊക്കെ അത് ഈ പൊക്കം കുറഞ്ഞതും അതുപോലെ തന്നെ നമുക്ക് ഈ കരിക്കിന് ഉപയോഗിക്കുന്ന തരത്തിലുള്ള രീതിയിലുള്ള കൃഷി ആരംഭിക്കുകയാണെങ്കിൽ അതായിരിക്കും കുറേയും കൂടെ മെച്ചമായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ജാതി കൃഷി ചെയ്യുന്നുണ്ടല്ലേ? എവിടെയാണ് ജാതി കൃഷി നടത്തുന്നത്? ജാതി ചമ്പപ്പാറയാണ്. ജാതി ഗ്രാമ്പു ഇതിന് നമുക്ക് നല്ല ഫേവറബിൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ജാതി അതിൻ്റെ ഫ്ലവറിനൊക്കെ നല്ല ഹൈ ക്വാളിറ്റി ആയിട്ട് ഏറ്റവും കൂടിയ വില ലഭിക്കുന്ന മികച്ച ഇനമാണ് അവിടെയൊക്കെ ഉള്ളത്. അതുപോലെ ഗ്രാമ്പു ഇപ്പം നഷ്ടമാണ്. അതായത് ഇത് കയറി പറിച്ചെടുക്കാനായിട്ട് നമുക്ക് വളരെയധികം പണച്ചെലവ് വരും. അതുപോലെ തന്നെ ലേബർ അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെയധികം നമുക്കതിന് ഒരു ലാഭകരമല്ല ഗ്രാമ്പു കൃഷി എന്ന് പറയുന്നത്. പിന്നെ അത് പരമ്പരാഗതമായിട്ട് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് നമ്മളത് കളയാതെ എടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ വാണിജ്യപരമായിട്ട് നോക്കുമ്പോൾ നമുക്ക് നഷ്ടമാണ്. അതിനൊരു സ്പൈസസ് എന്ന നിലയ്ക്ക് നമ്മളത് മുന്നോട്ട് കൊണ്ടുപോകുന്നു മാത്രമേ ഉള്ളൂ. അതോടൊപ്പം തന്നെ കാപ്പി കൃഷി ഉണ്ടെന്ന് പറഞ്ഞല്ലോ, എങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി എങ്ങനെയാണ്? കാപ്പി നമ്മളിപ്പോൾ ഇതിന് ഇടവേളയായിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. ആദ്യകാലത്ത് നല്ലപോലെ നമുക്ക് കാപ്പി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഏലം നിൽക്കുന്ന സ്ഥലങ്ങളിലൊക്കെ അന്ന് കാപ്പിയായിരുന്നു. കാപ്പി കളഞ്ഞിട്ടാണ് നമ്മൾ ഈ ഏലകൃഷിയിലേക്ക് തിരിഞ്ഞത്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കിന് കാപ്പി ഇപ്പം നമുക്കൊരു പ്രധാനപ്പെട്ട ഒരു വരുമാന സ്രോതസ്സല്ല. പിന്നെ നമുക്ക് അത് ഉപയോഗത്തിനും പിന്നെ കുറച്ച് ചെറിയ രീതിയിൽ നമുക്ക് സൂക്ഷിച്ച് വെക്കാനും ഒക്കെയുള്ള രീതിയിൽ നമുക്കിപ്പം ചെറിയ രീതിയിലുണ്ട്. അത് ഇതിനൊക്കെ ഇടവേളയായിട്ടാണ് ഈ കാപ്പി നിൽക്കുന്നത്. കാപ്പി നമ്മൾ വാണിജ്യാടിസ്ഥാനത്തിൽ ഇപ്പം നമ്മൾ കാപ്പി ചെയ്യുന്നില്ല. പിന്നെ ചമ്പപ്പാറ ഏരിയയിലൊക്കെ കുറച്ച് നമുക്ക് കാപ്പിയുണ്ട്. അതും നമുക്ക് കുറച്ച് വിൽക്കാനായിട്ടൊക്കെ നമുക്ക് കിട്ടും. ഈ കാപ്പിയുടെ നാരുവേര് പടല, അപ്പോൾ അത് മറ്റുള്ള കൃഷികളെ ഇത് ബാധിക്കുമോ ഇടവിളയായി നടുമ്പോൾ? ഇല്ല, അത് ഇപ്പോഴത്തെ പുതിയ ഇനം സീൻഡുവാറ് അതുപോലെ തന്നെ അറബി എന്നൊക്കെയുള്ള ഇനങ്ങളൊന്നും അങ്ങനെ വേരുപടല അങ്ങനെ കണ്ടമാനം പടരുന്നതല്ല. അത് മറ്റുള്ള കൃഷികളുടെ ഇടയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഇടവിളയായിട്ട് ചെയ്യാൻ പറ്റുന്ന കൃഷി തന്നെയാണ്. ഈ ഏലത്തിൻ്റെ ഇടയിൽ ഒക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് അതിന് നമുക്ക് വലിയ കാര്യമായതല്ല, ആദായം ലഭിക്കുകയില്ല. തുറസായ സ്ഥലങ്ങളിലും അതുപോലെ തന്നെ മറ്റ് കൃഷികളില്ലാത്തടത്തൊക്കെ ചെയ്യാനായി കാപ്പി കൃഷി നമുക്ക് ലാഭകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതോടൊപ്പം തന്നെ കുരുമുളക് കൃഷിയിൽ നിന്ന് നമ്മുടെ ഹൈ റേഞ്ചിലെ കർഷകർ പതിയെ പിൻവാങ്ങുന്നൊരു സാഹചര്യമാണ്. ഇപ്പോഴും ഈ കുരുമുളക് കൃഷി ചേട്ടൻ തുടരുന്നുണ്ടല്ലോ, എന്താണ് അതിൻ്റെ ഒരു കാരണം? കുരുമുളക് കൃഷി ഇടക്കാലം കൊണ്ട് അതിന് വില തീർത്ത് താഴേക്ക് പോയപ്പോഴത്തേക്കിനും ആൾക്കാർ കുരുമുളക് ശ്രദ്ധിക്കാതെ വന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കിനും ഈ കുരുമുളക് കൃഷി ഇവിടെ ഹൈ റേഞ്ചിൽ ഒത്തിരിയധികം കുറഞ്ഞുപോയി. പക്ഷേ കുരുമുളക് നന്നായി വളരുന്ന ഏരിയയിൽ അത് നന്നായിട്ട് കൃഷി ചെയ്യുകയാണെങ്കിൽ അതിന് നമുക്ക് നല്ല ലാഭം തന്നെയാണ്. ലാഭം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഏലത്തിൻ്റെയൊക്കെ അതേ ആദായം തന്നെ നമുക്ക് ഇപ്പോഴത്തെ വിലയനുസരിച്ച് നമുക്ക് കുരുമുളകിൽ നിന്ന് ലഭിക്കും. അതിന് കുറച്ചുകൂടെ പരിചരണവും കാര്യങ്ങളുമൊക്കെ നമ്മൾ കൂടുതലായിട്ട് വേണ്ടി വരും. അത്രയേ ഉള്ളൊരു ബുദ്ധിമുട്ടേ ഉള്ളൂ. അതുപോലെ കുരുമുളക് കൃഷി നമുക്ക് നല്ല ആദായം തന്നെ നേടിത്തരുന്നൊരു കൃഷിയാണ്. കൂടുതലായി കൃഷി ചെയ്യുന്നത് ഏലമാണല്ലോ. ഏതിനം ഏലമാണ് കൃഷി ചെയ്യുന്നത്? ഇപ്പം കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നത് ഞള്ളാനി എന്ന ഇനമാണ്. ആദ്യകാലത്തൊക്കെ വൾക്ക അങ്ങനെയുള്ള ഇനങ്ങളൊക്കെ ഞങ്ങൾ കൃഷി ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പം ഞള്ളാനി, അത് കഴിഞ്ഞപ്പോൾ ഏറ്റവും പുതിയതായിട്ട് ബൊമ്മി എന്ന് പറയുന്ന ഒരു വെറൈറ്റി ഇപ്പം പുതിയതായിട്ട് വന്നിട്ടുണ്ട്. അത് നമുക്കൊന്നും ആദായത്തിലേക്കായില്ല, നമ്മൾ പരീക്ഷണാടിസ്ഥാനത്തിലൊക്കെ നമ്മൾ ചെയ്ത് നോക്കുന്നുണ്ട്. ഞള്ളാനി ഏലത്തിന് മറ്റുള്ള ഇനങ്ങളിൽ നിന്നുള്ള പ്രത്യേകത എന്താണ്? ഞള്ളാനി കൂടുതൽ ഈൽഡ് നമുക്ക് കിട്ടും എന്നുള്ളതാണ്. അതിന് കായ കൂടുതലാണ് ഞള്ളാനി ഏലത്തിന്. രോഗപ്രതിരോധ ശേഷിയൊന്നും അങ്ങനെ കാര്യമായിട്ടില്ല. എല്ലാ രോഗങ്ങളും അതിനുണ്ട്, രോഗമുണ്ട്. അതുപോലെ തന്നെ കീടങ്ങളെ ഒക്കെ പ്രതിരോധിക്കാനുള്ള കഴിവൊക്കെ ഞള്ളാനി ഏലത്തിന് കുറവാണ്. എങ്കിലും അതിന് നല്ല ആദായം ലഭിക്കുന്നു. അതുകൊണ്ടാണ് കർഷകരത് ഞള്ളാനി ഏലം വ്യാപകമായിട്ട് കൃഷി ചെയ്യുന്നത്. ഇപ്പോൾ ശരാശരി 2500 രൂപ വരെയാണ് ഏലത്തിന് വില ലഭിക്കുന്നത്. ഈ വില ലാഭകരമാണോ ഈ കൃഷി ചെലവുകൾ പരിഗണിക്കുമ്പോൾ? തീർച്ചയായും ലാഭകരമാണ്. 2500 രൂപ എന്ന് പറയുന്നത് നല്ലൊരു വിലയാണ്. ഇപ്പോഴത്തെ പണിക്കൂലിയൊക്കെ വളരെ കൂടിയ ഒരു അവസ്ഥയാണെങ്കിലും അതുപോലെ തന്നെ നമ്മളിത് കൃഷി മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള അതിൻ്റെ അനുബന്ധ സാമഗ്രികൾക്കൊക്കെ വില കൂടുതലാണെങ്കിലും കീടനാശിനികൾക്കും അതുപോലെ തന്നെ ഫെർട്ടിലൈസറിനും ഒക്കെ വളരെ വില കൂടുതലാണെങ്കിലും ഇപ്പോഴത്തെ ഈ വിലയോട് നമുക്ക് കിട്ടുന്നതുകൊണ്ട് ഇവയെ നമുക്ക് ലാഭകരമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഏലത്തിൻ്റെ കൃഷി രീതികൾ എങ്ങനെയൊക്കെയാണ്? ചിമ്പിൽ നിന്ന് നടുന്നതുകൊണ്ട് പണ്ടൊക്കെ ഒരു ചിമ്പായിട്ടായിരുന്നു നട്ടുകൊണ്ടിരുന്നത്. ഇപ്പം നമ്മൾ കൂടുതൽ ചിമ്പുകൾ കൂട്ടി വെച്ചിട്ട് അതുപോലെ തന്നെ ചുവടോടെ തന്നെ അങ്ങനെ റീപ്ലാന്റ് ചെയ്ത് അങ്ങനെ പെട്ടെന്ന് ആദായത്തിലേക്ക് 1 വർഷം കൊണ്ട് തന്നെ ആദായം കിട്ടുന്ന തരത്തിലേക്ക് ഉള്ള പുതിയ രീതിയിലാണ് ഇപ്പോൾ കൃഷി ചെയ്യുന്നത്. ആദ്യകാലങ്ങളിലൊക്കെ ഓരോ ചിമ്പുകൾ വീതമാണ് കൃഷി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഓരോ ചിമ്പുകൾ നമ്മൾ വലിയ ചെടിയായിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് 2 വർഷമൊക്കെ താമസം പിടിക്കുമായിരുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പിറ്റേ വർഷം തന്നെ ആദായം ലഭിക്കുന്ന രീതിയിലുള്ള കൃഷി രീതികളാണ് ഇപ്പോൾ കർഷകർ അവലംബിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ എത്ര മാസം വേണ്ടി വരും ഇതിൻ്റെ പൂർണ്ണമായ ഉൽപ്പാദനത്തിലേക്ക് എത്താൻ ഏലച്ചെടികൾ?
രണ്ട് വർഷം, ഒരു 24 മാസം കൊണ്ട് നമുക്ക് ഏലച്ചെടിയിൽ നിന്ന് പൂർണ്ണമായ ഉൽപ്പാദനത്തിലേക്ക് എത്തിക്കാൻ പറ്റും. പുതിയ രീതിയിലുള്ള അതിൻ്റെ കീടനിയന്ത്രണങ്ങളും അതുപോലെ എല്ലാ ഫെർട്ടിലൈസറുകളും കാര്യങ്ങളും എല്ലാം സമയാസമയങ്ങളിൽ ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു 24-22 മാസങ്ങൾ കൊണ്ട് പൂർണ്ണമായ ആദായത്തിലേക്ക് എത്തിക്കാൻ പറ്റും. രാസവളം ഉപയോഗം എങ്ങനെയാണ്? രാസവളം ഉപയോഗിക്കണം. ഏലത്തിന് രാസവളം ഉപയോഗിക്കാതെ പരിപാലിക്കാൻ പറ്റത്തില്ല. ഇതൊരു വൊറേഷ്യസ് ഫീഡർ എന്നാണ് പറയുന്നത്. എന്ത് കൊടുത്താലും വലിച്ച് തിന്നുന്ന അതിൻ്റെ വേരുപടലവും കാര്യങ്ങളും അങ്ങനെയുള്ളൊരു പ്ലാന്റാണ് അത്. അപ്പോൾ അതിന് നമുക്ക് രാസവളം കൊടുക്കാതെ അതിനെ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ജൈവവളങ്ങൾ ഉപയോഗിക്കാറുണ്ടോ? ജൈവവളങ്ങൾ ഉപയോഗിക്കാറുണ്ട്. എന്തൊക്കെയാണ്? കൂടുതലും നമ്മൾ ഈ സ്റ്റെറാമില്, എഗ്മി അങ്ങനെയുള്ള മീലുകൾ പോലത്തെ, പിന്നെ പിണ്ണാക്കുകൾ, പിന്നെ ചാണകം അങ്ങനെയുള്ള ജൈവ വളങ്ങളാണ്. പിന്നെ സ്യൂഡോമോണാസ് ജീവാണു വളങ്ങളും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഈ ജീവാണു വളങ്ങളുടെ ഉപയോഗം എങ്ങനെയാണ്? അത് നമ്മൾ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്യുക, അല്ലെങ്കിൽ ചൂട്ടിൽ മറ്റു ജൈവവളങ്ങളുടെ കൂട്ടത്തിൽ കൾച്ചർ ചെയ്ത് ചൂട്ടിലിടുക. അങ്ങനെയൊക്കെയാണ് നമ്മൾ ജീവാണു വളങ്ങൾ ഉപയോഗിക്കുന്നത്. അതോടൊപ്പം തന്നെ ഏതൊക്കെ രോഗബാധയാണ് ഏലത്തിന് പ്രധാനമായിട്ടും പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്? ഏലത്തിന് പ്രധാനമായിട്ടും അതിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഈ അഴുകൽ രോഗമാണ്. മഴക്കാലം കണ്ടമാനം വന്നു കഴിയുമ്പോഴത്തേക്കിന് അതിന് അഴുകൽ വരും. അഴുകൽ രോഗത്തെ പ്രതിരോധിക്കുക എന്നുള്ളതാണ് ഏലത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശ്രമകരമായ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയിൽ നമ്മൾ നേരിടുന്ന ഒരു പ്രതിസന്ധി. പിന്നെ അതിന് സമയാസമയങ്ങളിൽ നമ്മൾ കീടങ്ങളെ നിയന്ത്രിക്കാനുള്ള സ്പ്രേ ഒക്കെ ചെയ്തു കൊടുത്താൽ നമുക്ക് തണ്ടുവരപ്പനെയൊക്കെ നിയന്ത്രിക്കാൻ പറ്റും. പക്ഷേ അഴുകൽ രോഗം നമുക്ക് പെട്ടെന്ന് വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്കതിനെ പ്രതിരോധിക്കുക എന്ന് പറയുന്നത് വളരെയധികം ശ്രമകരമായ ഒരു ജോലിയാണ്. ഈ അഴുകലിനെതിരെ ഇപ്പോൾ എന്താണ് ചെയ്യുന്നത്? അഴുകലിനെതിരെ നമ്മളിപ്പോൾ ചെയ്യുന്നത് ഫംഗിസൈഡുകൾ, പലതരത്തിലുള്ള ഫംഗിസൈഡുകൾ ഉപയോഗിക്കും. ആദ്യം തന്നെ ഈ ബോഡോമിക്സ് സ്പ്രേ ചെയ്യുക. പിന്നീട് വരുന്നത് ഈ കോണ്ടാക്റ്റ് വരുന്ന സിസ്റ്റമിക് ആയിട്ടുള്ള ഫംഗിസൈഡുകൾ ഉപയോഗിക്കുക. അങ്ങനെയൊക്കെയാണ് നമ്മൾ അഴുകൽ രോഗങ്ങളെ തടഞ്ഞു നിർത്തുന്നത്. ഒരു തവണ ഈ ഫംഗിസൈഡ് ഉപയോഗിക്കുമ്പോൾ അതിന് എത്ര കാലാവധി ഉണ്ട്? നമുക്കൊരു 30 ദിവസത്തേക്ക് കാലാവധി ലഭിക്കുകയുള്ളൂ ഒരു തവണ ഉപയോഗിക്കുമ്പോൾ. അതിൽ കൂടുതൽ നമുക്ക് അതിൻ്റെ പ്രതിരോധം കിട്ടുകയില്ല. പിന്നെ ഈ മഴ നന്നായിട്ട് പെയ്യുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ ഇത് സ്പ്രേ ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ ശ്രമകരമാണ്. നമുക്ക് ഈ ഒരു ചെറിയ വെയിലൊക്കെ ഉള്ളപ്പോഴേ ഇത് സ്പ്രേ ചെയ്താലേ നമുക്ക് എഫക്റ്റീവായിട്ടത് അതിനൊരു ഗുണം കിട്ടുകയുള്ളൂ. അപ്പം മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് നമ്മൾ സ്പ്രേ ചെയ്യുമ്പോഴത്തേക്കിന് അതിന് വലിയ ഗുണഫലങ്ങൾ കിട്ടത്തില്ല. അതാണ് നമുക്ക് ഏറ്റവും വലിയ പ്രതിസന്ധിയായിട്ട് നേരിടുന്ന ഒരു പ്രശ്നം. ഈ വേനൽക്കാലത്തെ ഏലം കൃഷി പരിപാലനം എങ്ങനെയാണ്? വേനൽക്കാലത്ത് നമ്മൾ നനയ്ക്കുക, വെള്ളം സുലഭമായിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഏലകൃഷി മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇപ്പം പുതിയ ഇനങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട് ഈ വേനലിനെയൊക്കെ പ്രതിരോധിക്കുന്ന. പക്ഷേ അതൊക്കെ നമ്മൾ എത്രമാത്രം അതിനൊക്കെ ആദായം ലഭിക്കും എന്നുള്ളതിനെക്കുറിച്ചൊന്നും നമുക്ക് കർഷകരുടെ ഇടയിൽ അതിന് വലിയ വ്യാപകമായിട്ടുള്ള പ്രചാരമൊന്നും ലഭിച്ചിട്ടില്ല. പക്ഷേ പരമ്പരാഗതമായിട്ട് ചെയ്യുന്നതനുസരിച്ച് നനച്ച് കൃഷി ചെയ്യുക എന്നുള്ളതാണ്. ഞള്ളാനി പോലെയുള്ള ഇനങ്ങൾ നല്ലതായിട്ട് വെള്ളം വേണം, എന്നാലേ അത് വേനലിനെ പിടിച്ച് നിൽക്കുകയുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ അത് വേനൽക്കാലത്ത് നശിച്ചു പോകും. ഒരു സമ്മിശ്ര കർഷകൻ ആയ താങ്കൾക്ക് ഏറ്റവും കൂടുതൽ ലാഭം അല്ലെങ്കിൽ സംതൃപ്തി നൽകുന്ന ഒരു വിള ഏതാണ്? കൂടുതൽ ഏലവും അതുപോലെ തന്നെ കുരുമുളക്, പിന്നെ തെങ്ങൊക്കെ നമുക്ക് നമ്മുടെ സ്വന്തം ഉപയോഗത്തിനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കത് സംതൃപ്തി നൽകുന്ന വിള തന്നെയാണ്. ചേട്ടൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ഞാനും ഭാര്യയും 4 മക്കളും ഉണ്ട്. മക്കൾ എല്ലാവരും വിദ്യാഭ്യാസം കഴിഞ്ഞ് ഇളയ ഒരാൾ മാത്രമേ ഇപ്പം BSc നഴ്സിംഗ് പഠിക്കുന്നുള്ളൂ. ബാക്കി എല്ലാവരും അവരുടേതായ മേഖലകളിലൊക്കെ ജോലി ചെയ്യുന്നു. കാർഷിക പ്രവർത്തനങ്ങളിൽ കുടുംബാംഗങ്ങളുടെ ഒരു സഹകരണം ഉണ്ടോ? ഇപ്പം കുടുംബാംഗങ്ങളുടെ സഹകരണമില്ല. അപ്പോൾ അവരെല്ലാം ഓരോ ജോലികളും ഒക്കെ ചെയ്യുന്നതുകൊണ്ട് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ചെയ്യുന്നത്. ഈ തൊഴിലാളി ക്ഷാമം ഈ മേഖലയിലുണ്ടോ? അത് പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ടോ? തൊഴിലാളി ക്ഷാമം ഇപ്പം കാര്യമായിട്ട് ഈ മേഖലകളിലില്ല. കൂടുതലായിട്ടും ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ നമ്മുടെ പ്രദേശത്തേക്ക് വരുന്നതുകൊണ്ട് തൊഴിലാളി ക്ഷാമം നമുക്ക് അത്ര വലിയൊരു ഇതായിട്ട് അനുഭവപ്പെടുന്നില്ല. പിന്നെ ഈ കായെടുക്കുന്ന സമയത്തൊക്കെ തൊഴിലാളികളെ കിട്ടാൻ ക്ഷാമമുണ്ട്. അതിനിപ്പം അന്യസംസ്ഥാനങ്ങളിൽ നിന്നും അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ നിന്നൊക്കെ ആൾക്കാർ വന്ന് ആ സമയത്ത് ഈ പ്രശ്നം പരിഹരിക്കുന്നുണ്ട്. ഇപ്പം തൊഴിലാളി ക്ഷാമം ഒരു വലിയ പ്രശ്നമായിട്ട് അനുഭവപ്പെടുന്നില്ല നമുക്ക്. വിജയകരമായി മുന്നോട്ട് പോകുന്ന ചേട്ടൻ്റെ കാർഷിക സബരിക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. വിലപ്പെട്ട അറിവുകൾ കിസാൻ വാണി ശ്രോതാക്കളുമായി പങ്കുവച്ച ചേട്ടന് നന്ദി. സമ്മിശ്ര കൃഷിരീതി അവലംബിക്കുന്ന പാമ്പാടുംപാറയിലെ കർഷകനായ ശ്രീ ബെന്നി മാത്യുവുമായി ഇതുവരെ സംസാരിച്ചത് അനുരാജ്. കിസാൻ വാണിയിൽ ഇനി കാർഷിക അറിവുകൾ കേൾക്കാം. പൊലിമയേറും പുലാസാൻ. തൃശൂർ നാഷണൽ ബ്യൂറോ ഓഫ് ജനറ്റിക് റിസോഴ്സിലെ ശാസ്ത്രജ്ഞൻ ഡോക്ടർ K. ജോസഫ് ജോണിൻ്റെ ലേഖനത്തിൽ നിന്ന്.
മലയാളികൾ ഫിലോസാൻ എന്ന ഓമന പേരിട്ട് വിളിക്കുന്ന പുലാസാൻ കേരളത്തിന്റെ മണ്ണിനും കാലാവസ്ഥയ്ക്കും അനുയോജ്യമായ ഫലവൃക്ഷമാണ്. ഇടനാട്ടിലും എക്കൽ അടിയുന്ന വളക്കൂറുള്ള നദീതടങ്ങളിലും സമൃദ്ധമായി വളരുന്ന ഈ തെക്ക് കിഴക്കൻ ഏഷ്യൻ പഴം റംബൂട്ടാന്റെയും ലിച്ചിപ്പഴത്തിന്റെയും വളരെ അടുത്ത ബന്ധുവാണ്. 8 മുതൽ 10 വർഷം പ്രായമായ മരത്തിൽ നിന്ന് ശരാശരി 80 കിലോ പഴങ്ങൾ കാര്യമായ പരിചരണമൊന്നും കൂടാതെ ലഭിക്കുന്നു. കായ്കൾ കിലോയ്ക്ക് 100 മുതൽ 150 രൂപ നിരക്കിൽ കൃഷിയിടങ്ങളിൽ നിന്ന് തന്നെ വിൽക്കാമെന്നതിനാൽ പുലാസാന്റെ കൃഷി വ്യാപനം കേരളത്തിലെ കർഷകർക്ക് ആദായം നൽകും എന്ന കാര്യത്തിൽ സംശയമില്ല. കാഴ്ചയിലും രൂപത്തിലും ഉപയോഗക്രമത്തിലും കൃഷിരീതിയിലുമൊക്കെ റംബൂട്ടാനുമായി വളരെ സാമ്യം പുലർത്തുന്നു. റംബൂട്ടാൻ മരങ്ങളെ അപേക്ഷിച്ച് താരതമ്യേന ഉയരം കുറഞ്ഞ് പടർന്നു വളരുന്ന ഈ ചെറുവൃക്ഷത്തിന് ധാരാളം ശാഖോപശാഖകളുണ്ട്. ജനുവരി ഫെബ്രുവരി മാസം പൂവിടുന്ന മരങ്ങളിൽ ഏതാണ്ട് 120-140 ദിവസം കൊണ്ട് കായകൾ മൂപ്പെത്തുന്നു. കേരളത്തിൽ പഴക്കാലം ജൂലൈ ആഗസ്റ്റ് മാസങ്ങളാണ്. ഇതിന്റെ കായകൾക്ക് റംബൂട്ടാനേക്കാൾ ഏകദേശം ഇരട്ടിയിലധികം ഭാരമുണ്ട്. കട്ടിയുള്ള തോടും തോടിനു പുറത്തെ കുറ്റിമുള്ളുകളും വിത്തിൽ നിന്ന് നിഷ്പ്രയാസം അടർത്തിയെടുക്കാവുന്ന കാമ്പുമാണ് ഇതിന്റെ പ്രത്യേകതകൾ. കായുടെ ശരാശരി ഭാരം 50 ഗ്രാം. നേരിയ വെള്ള നിറത്തിൽ വിത്ത് പൂർണ്ണമായും പൊതിഞ്ഞിരിക്കുന്ന മാംസളമായ ഏറിൽ അഥവാ ഉൾക്കാമ്പാണ് ഭക്ഷ്യയോഗ്യം. കായ്കൾ 8 മുതൽ 10 വരെ എണ്ണം വീതമുള്ള കുലകളായി വളരുന്നു. ഞെട്ടിന് നീളം കുറവായതിനാൽ കായ്കൾ കുലയിൽ ഒട്ടിച്ചേർന്ന് കാണും. കൃഷിരീതി: സമതലങ്ങളിലെയും നദീതടങ്ങളിലെയും നീർവാർച്ചയുള്ള എക്കൽ മണ്ണും വളക്കൂറുള്ള ലാറ്ററൈറ്റ് അഥവാ ഇളക്കമുള്ള ചെങ്കൽ മണ്ണും അനുയോജ്യമാണ്. ശരാശരി 7.5 മീറ്റർ മരങ്ങൾ തമ്മിലും വരികൾ തമ്മിലും അകലം നൽകണം. തനിവിളയായി ഒരേക്കറിൽ 160 മുതൽ 175 മരങ്ങൾ വരെ നടാം. മറ്റു മരങ്ങളുടെ തണലിൽ നിന്ന് 6 മുതൽ 7 വരെ മീറ്റർ മാറ്റി വേണം നടാൻ. കാലവർഷാരംഭത്തോടെ 2.5 മുതൽ 3 വരെ അടി സമചതുരത്തിലുള്ള കുഴികളെടുത്ത് 15-20 കിലോ പഴകിപ്പൊടിഞ്ഞ കാലിവളവും ബാക്കി മേൽമണ്ണും ലഭ്യതയ്ക്കനുസരിച്ച് കുറച്ച് ആറ്റുമണലും ചേർത്ത് കുഴി മൂടിയിടുക. പുലാസാൻ വിത്തുകൾക്ക് വിത്തിലെ ജലാംശം കുറയുന്നതിനനുസരിച്ച് അങ്കുരണശേഷിയും വളരെ വേഗം നഷ്ടപ്പെടുന്നു. അതിനാൽ പഴുത്തുപാകമായ കായ്കളിൽ നിന്നും ശേഖരിച്ച വിത്തുകൾ ആറ്റുമണൽ വിരിച്ച തവാരണകളിലോ പോട്ടിംഗ് മിശ്രിതം നിറച്ച പോളിത്തീൻ കൂടകളിലോ കഴിയുന്നതും വേഗം പാകണം. ദീർഘദൂരം വിത്തുകൾ സൂക്ഷിക്കേണ്ടതായോ കൊണ്ടുപോകേണ്ടതായോ വന്നാൽ പഴം തോടോടുകൂടി മുഴുവനായോ അല്ലെങ്കിൽ വിത്തുകൾ അറക്കപ്പൊടിയിൽ പൊതിഞ്ഞോ ഒരാഴ്ച വരെ അങ്കുരണശേഷി നഷ്ടപ്പെടാതെ സംരക്ഷിക്കാവുന്നതാണ്. പുലാസാനിലും ആൺ പെൺ മരങ്ങൾ വെവ്വേറെയാണ്. വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ നല്ല ഗുണമേന്മയുള്ള മാതൃവൃക്ഷത്തിൽ നിന്നും പാച്ചു ബഡ്ഡിംഗ് വഴി തയ്യാറാക്കിയ ഒട്ടുതൈകൾ നടാൻ ശ്രദ്ധിക്കണം. ജൂലൈ മാസമാണ് വിത്തു ശേഖരിക്കാൻ പറ്റിയ സമയം. വിത്തുമുളപ്പിച്ചുണ്ടാക്കിയ ഒരാണ്ടൻ കൂടത്തൈകളോ വശം ചേർത്തൊട്ടിച്ച ഒരാണ്ടൻ ബഡ് തൈകളോ തയ്യാറാക്കിയ കുഴികളിൽ കാലവർഷാരംഭത്തോടെ നടാം. ഒട്ടുഭാഗം തറനിരപ്പിൽ നിന്നും 1 ചാൺ ഉയർന്നു നിൽക്കണം. ഒട്ടുതൈകൾ കാറ്റിൽ ഉലയരുത്. നട്ട് 1 മാസത്തിനകം പുതിയ തളിരുകൾ വന്നു തുടങ്ങിയാൽ വളർച്ച ത്വരിതപ്പെടുത്തുന്നതിനു വേണ്ടി 1/2 കിലോ വീതം എല്ലുപൊടി, കടലപ്പിണ്ണാക്ക് തുടങ്ങിയവ തൈയുടെ ചുവട്ടിൽ നിന്നും 2 ചാൺ മാറ്റി വിതറി കൊത്തി ഇളക്കി കൊടുക്കാം. മെടഞ്ഞ ഓലയോ കമുകിൻ പട്ടയോ വാഴക്കച്ചിയോ മറ്റോ ഉപയോഗിച്ച് നവംബർ-മെയ് മാസം ചെടികൾക്ക് ഭാഗികമായി തണൽ നൽകണം. മണ്ണിൽ ഈർപ്പം നിലനിർത്താൻ കരിയിലയും മറ്റു ജൈവ അവശിഷ്ടങ്ങളും ഉപയോഗിച്ച് ചെടിയുടെ ചുവട്ടിൽ പുതയിടാം. വാഴപ്പിണ്ടി വെട്ടി ചെടിയുടെ ചുവട്ടിൽ അടുക്കുന്നതും തുണി തിരിയിട്ട് ഒരു മൺകുടം വെള്ളം നിറച്ച് ചെടിയുടെ ചുവട്ടിൽ വയ്ക്കുന്നതും മറ്റു വിധത്തിൽ തുള്ളിനന കൊടുക്കുന്നതും വേരുപടലം വളരാനും അതുവഴി ചെടിയുടെ വളർച്ച കൂട്ടാനും ഉപകരിക്കും. വാഴ തുടങ്ങിയ ഇടവിളകൾ നട്ടും ആരംഭ വർഷങ്ങളിൽ തണൽ ക്രമീകരിക്കാം. ഒട്ടുതൈകൾ 3-ാം വർഷവും വിത്തുമുളപ്പിച്ചവ 5 മുതൽ 6 വരെ വർഷം കൊണ്ടും കായ്ക്കും. എങ്കിലും 8 മുതൽ 10 വരെ വർഷം കൊണ്ടേ നല്ല കായ്ഫലം തന്നു തുടങ്ങുകയുള്ളൂ. 10 വർഷം പ്രായമായ മരത്തിൽ നിന്ന് ശരാശരി 80 മുതൽ 100 കിലോഗ്രാം പഴം ലഭിക്കും. ചിലപ്പോഴൊക്കെ പുലാസാൻ മരങ്ങൾ ഒന്നിടവിട്ട വർഷം കായ്ക്കുന്നതായും ശുഷ്ക വർഷങ്ങളിൽ പേട്ടുകായകൾ കൂടുന്നതായും കാണുന്നു. അകാലത്തിൽ പെയ്യുന്ന വേനൽ മഴ പൂക്കൾ കൊഴിയാനിടയാകുന്നതും കുറഞ്ഞ വിളവിന് ഒരു കാരണമായും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. കാലവർഷാരംഭത്തോടെ ചെടിയുടെ ചുവട്ടിൽ 50 മുതൽ 100 കിലോ ആട്ടിൻകാഷ്ടം അതല്ലെങ്കിൽ തുല്യ അളവിൽ മറ്റു ജൈവവളങ്ങൾ, പച്ചിലവളം മുതലായവ കൊടുത്തു പുതയിട്ടും നനച്ചും സംരക്ഷിക്കുന്ന തോട്ടങ്ങളിൽ മരം ഒന്നിന് 300 കിലോ വരെ കായകൾ കിട്ടും. അധിക ഭാരം കാരണം കായകൾ തിങ്ങിയ ശിഖരങ്ങൾ
കാലവർഷക്കാറ്റിൽ പൊട്ടി വീഴാൻ സാധ്യതയുള്ളതിനാൽ നല്ല ബലമുള്ള താങ്ങ് കൊടുത്തും അധികമുള്ള കായ്കൾ ആരംഭത്തിൽ തന്നെ നീക്കിയും ഭാരം ക്രമീകരിക്കണം. രാസവള പ്രയോഗവും കൊത്തും കിളയും ഒക്കെ ഒഴിവാക്കി പുലാസാൻ മരങ്ങളെ തീർത്തും ജൈവിക രീതിയിൽ പരിപാലിക്കുന്നതാവും ഉത്തമം. വിളവെടുപ്പും വിപണനവും. ഉയരം കുറഞ്ഞ് പടർന്നു വളരുന്ന മരമാകയാൽ വിളവെടുപ്പ് താരതമ്യേന എളുപ്പമാണ്. മൂപ്പെത്തിയ കായകൾ വല ഘടിപ്പിച്ച ഒരു തോട്ടി ഉപയോഗിച്ച് അനായാസം പൊട്ടിച്ചെടുക്കാം. ഒരു മരത്തിലെ മുഴുവൻ കായകളും ജൂലൈ ആദ്യ ആഴ്ച മുതൽ അവസാനം വരെയുള്ള ഒരു മാസത്തിനുള്ളിൽ 4-5 തവണകളായി പറിച്ചെടുക്കാം. മൂത്തു പഴുത്ത കായകൾ മരത്തിൽ ഏതാണ്ട് 2 ആഴ്ചയോളം കേടുകൂടാതെയും പൊഴിയാതെയും നിൽക്കും. കായകൾ സാധാരണ അന്തരീക്ഷ ഊഷ്മാവിൽ 4 മുതൽ 5 ദിവസത്തിലകം സൂക്ഷിക്കാൻ സാധ്യമല്ലാത്തതിനാൽ വിപണി സാധ്യത നോക്കി മാത്രം വിളവെടുക്കുക. ബ്രൗൺ നിറമുള്ള കായകൾ പാകമാകുന്നതോടെ ഇരുണ്ട പർപ്പിൾ നിറമാകുകയും പുറന്തോട് ഞെക്കിയാൽ മൃദുവാകുകയും ചെയ്യും. കുലകളിൽ നിന്നും ഞെട്ടുകൂട്ടി അടർത്തിയ കായകൾ വായുസഞ്ചാരമുള്ള കുട്ടകളിൽ അടുക്കി ഇല കൊണ്ട് മൂടി വിപണിയിലെത്തിക്കുന്നു. പോളിത്തീൻ കവറുകളിൽ സീൽ ചെയ്ത കായകൾ ശീതീകരണികളിൽ 6 മുതൽ 7 വരെ ദിവസം കേടുകൂടാതെ ഇരിക്കും. ചില തോട്ടങ്ങളിലെ വിളവെടുപ്പ് മൊത്തമായി തന്നെ നഴ്സറി ഉടമകൾ തൈ ഉൽപ്പാദനത്തിനായി കൊണ്ടുപോകുന്ന പതിവുമുണ്ട്. സസ്യ സംരക്ഷണം. രോഗകീടബാധ താരതമ്യേന കുറവാണ്. പേട കായ്ക്കുക, ഒന്നിരാടൻ കായ്ക്കുക എന്നീ സ്വഭാവങ്ങൾ കാണാറുണ്ട്. ഉപ്പുകാറ്റേൽക്കുന്ന തീരപ്രദേശങ്ങളിൽ വളർച്ച മുരടിപ്പും ചില സ്ഥലങ്ങളിൽ കൊമ്പുണക്കവും വൈറസ് ബാധ പോലെ തോന്നിക്കുന്ന തളിരു മുരടിപ്പും കണ്ടുവരുന്നു. മണ്ണിലെ ബോറോൺ അഭാവം സസ്യവളർച്ചയെ ബാധിക്കാറുണ്ട്. ചെങ്കൽ മണ്ണ്, പാറപ്പൊടി മുതലായവ ചെടിയുടെ ചുവട്ടിൽ ഇറക്കി കൊടുക്കുന്നതും ജൈവവള പ്രയോഗവും ഈ പ്രശ്നം പരിഹരിക്കാൻ സഹായകമാണ്. വവ്വാൽ, മരപ്പട്ടി, അണ്ണാൻ, എലി തുടങ്ങിയ സസ്തനികൾ പഴുത്ത കായകൾ നശിപ്പിക്കാറുണ്ട്. പഴങ്ങൾ മൂക്കുമ്പോൾ കണ്ണിയടുപ്പമുള്ള നൈലോൺ വലകൾ ഉപയോഗിച്ച് മരങ്ങൾ മൂടുന്നത് നഷ്ടം കുറയ്ക്കാൻ സഹായിക്കും. തിങ്ങി വളരുന്ന കമ്പുകൾ ക്രമമായി കോതി ഒതുക്കി വായുസഞ്ചാരവും സൂര്യപ്രകാശവും ചില്ലകൾക്കിടയിലൂടെ കടത്തിവിടാം. ഉണങ്ങിയ ശിഖരങ്ങൾ നീക്കണം. സുരക്ഷിതവും സുസ്ഥിരവുമായ കൃഷിരീതികൾ. ശാന്തമ്പാറ KVKയിലെ ശാസ്ത്രജ്ഞൻ ഡോക്ടർ ബെഞ്ചമിൻ മാത്യു തയ്യാറാക്കിയ ലേഖനത്തിൽ നിന്ന്. ആധുനിക കൃഷിരീതിയുടെ ഭാഗമായി അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളിൽ നിന്ന് കൂടുതൽ ഉൽപാദനം കൈവരിക്കുന്നതിനു വേണ്ടി രാസവളങ്ങളുടെയും രാസകൊമ്പിൾ കീടനാശിനികളുടെയും അനിയന്ത്രിതവും അശാസ്ത്രീയവുമായ രീതിയിലുള്ള ഉപയോഗം മണ്ണിനും പരിസ്ഥിതി സന്തുലിതാവസ്ഥയ്ക്കും മനുഷ്യൻ്റെ ആരോഗ്യസ്ഥിതിക്കും പ്രതികൂലമായി തീർന്നിരിക്കുന്നു. രാസകീട കുമിൾനാശിനികൾക്ക് അമിത പ്രാധാന്യം നൽകുന്ന രീതിയാണ് പൊതുവെ സസ്യസംരക്ഷണത്തിന് സ്വീകരിച്ചു പോരുന്നത്. ഈ രാസപദാർത്ഥങ്ങളുടെ അനിയന്ത്രിതമായ ഉപയോഗം മിത്രപ്രാണികളുടെ വംശനാശത്തിന് ഇടയായിട്ടുണ്ട്. അവയുടെ അഭാവത്തിൽ ശത്രു പ്രാണികൾ ക്രമാതീതമായി വർദ്ധിക്കുകയും അപ്രധാന കീടങ്ങൾ പ്രധാന കീടങ്ങളായി തീരുകയും ചെയ്തു. കൂടാതെ കീടങ്ങൾക്ക് കീടനാശിനിക്കെതിരെ പ്രതിരോധശക്തി ആർജിക്കുന്നതിനും വിളകളിൽ അവശിഷ്ട വിഷം തങ്ങി നിൽക്കുന്നതിനും പരിസര മലിനീകരണത്തിനും മറ്റും കാരണമാകുന്നു. വിളവെടുപ്പിന് തൊട്ടുമുമ്പ് പോലും കായ്കളിൽ രാസകീടനാശിനി പ്രയോഗിക്കുന്ന രീതി കർഷകരുടെ ഇടയിൽ ഇന്ന് വ്യാപകമായി കണ്ടുവരുന്നു. വിഷാംശം അടങ്ങിയ കീടനാശിനിയുടെ പ്രയോഗം പരിസ്ഥിതി മലിനീകരണത്തിനും പ്രകൃതിനാശത്തിനും കൂടാതെ മനുഷ്യരാശിയുടെ തന്നെ നാശത്തിനും വഴിയൊരുക്കും. ഇതിനൊക്കെ പരിഹാരമായി പരിസ്ഥിതിക്കും ആരോഗ്യത്തിനും ദോഷം ചെയ്യാത്ത ജൈവ കൃഷിയിലേക്ക് മാറേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ജൈവ കൃഷിക്ക് മെച്ചങ്ങളേറെയുണ്ടെങ്കിലും അത് പൂർണ്ണമായി നടപ്പാക്കുന്നതിന് പല പരിമിതികളുമുണ്ട്. ജൈവ കൃഷിക്ക് ആവശ്യമായ ജൈവവളങ്ങൾ വിപണിയിൽ വേണ്ടത്ര ലഭിക്കുന്നില്ല. ലഭിക്കുന്നവയുടെ ഗുണമേന്മയിൽ ഉറപ്പുമില്ല. വലിയ വില കൊടുത്ത് നാം വാങ്ങുന്ന പച്ചക്കറികളും പഴങ്ങളും വിവിധ മാരക രോഗങ്ങളാണ് നമുക്ക് സമ്മാനിക്കുന്നത് എന്നതാണ് ദുഃഖസത്യം. അതുകൊണ്ട് ഓരോ കുടുംബത്തിലും ഓരോ ജൈവ പച്ചക്കറിത്തോട്ടം ഉണ്ടാക്കുന്നതിനായി നമുക്ക് ഏവർക്കും ഒന്നായി പ്രവർത്തിക്കാം. കാർഷിക അറിവുകൾ, ബെന്നി മാത്യുവുമായുള്ള അഭിമുഖം എന്നിവയാണ് കിസാൻ വാണിയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. എല്ലാ കിസാൻ വാണി ശ്രോതാക്കൾക്കും കൂപ്പുകൈ.